മിടുക്കനാണ്. എന്ത് തൃശ്ശൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അതിന് എന്തും ചെയ്യും. വികസനം തൃശ്ശൂർ, അതിന് വരുന്നവരാരോ അവരൊക്കെ ഞാൻ സ്വീകരിക്കും. അല്ലാണ്ട് ആരെയും ഞാൻ വെറുതെ വിടില്ല. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ഈ പറയുന്ന കോർപ്പറേഷൻ ഒരു നിയോജക മണ്ഡലമാണ്. അന്ന് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആര് എങ്ങനെയൊന്നും നോക്കില്ല, കൂടെ ഉണ്ടാവും. പ്രവർത്തനം ഞാൻ നോക്കിക്കാണുന്നുണ്ട്. പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നുണ്ട്, അതൊന്നും നല്ല കാര്യമല്ലേ, അംഗീകരിക്കണ്ടേ. നല്ലത് ചെയ്താൽ അംഗീകരിച്ചേ പറ്റൂ. എനിക്ക് 1 കോടി രൂപയാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. അത് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ചെയ്തതാ. ഞാൻ നേരിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എനിക്ക് 1 കോടി രൂപ തരും എന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ കാര്യമില്ല. പൈസ തരുന്നതും നമ്മൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇവിടുത്തെ സഹായത്തിന് വേണ്ടി മറ്റൊരു ആര് തന്നാലും നമ്മൾ സ്വീകരിക്കണ്ടേ. കാരണം എന്റെ നാട് നന്നാവണം, എന്റെ നാട്